ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുതുതായി നമുക്ക് നൽകാൻ കഴിയുന്ന വാർത്ത ജമ്മു കശ്മീരിൽ നിന്നാണ്. അവിടെ നമുക്കറിയാം ഭീകരരുടെ നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട കേസുകൾ നടക്കുകയാണ്. പക്ഷേ ഈ കേസുകളിൽ ജമ്മു കശ്മീരിൽ വ്യാപക NIA റെയ്ഡ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. 10 ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. കശ്മീരിൽ സമീപകാലത്ത് നടന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറിയ ഭീകരരാണ് എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ റെയ്ഡ് നടക്കുന്നത്. ജിഷ്ണു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി. ജിഷ്ണു, 10 ഇടങ്ങളിൽ റെയ്ഡ് പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ എന്താണ്? കശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ സുരക്ഷാ ഏജൻസികൾ ശക്തമാക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി 2024 ഒക്ടോബറിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ജമ്മു കശ്മീർ സെക്ടറുകളിൽ 10 ഇടങ്ങളിലായി ഇപ്പോൾ പരിശോധന നടത്തിവരുന്നത്. ഇന്ന് പുലർച്ചെയോടെയാണ് വ്യത്യസ്ത ടീമുകളായിക്കൊണ്ട് ഇത്തരത്തിൽ 10 ഇടങ്ങളിൽ തുടർച്ചയായിട്ടുള്ള പരിശോധന ഇപ്പോൾ നടത്തിവരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ NIA വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം ഈ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടും ഒപ്പം ഭീകര സംഘടനയ്ക്ക് സാമ്പത്തിക സഹായവും അവർക്ക് പിന്തുണയും നൽകുന്ന പുതിയ സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട്. പുതിയ പേരുകളിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംഘടനകൾക്ക് അല്ലെങ്കിൽ അത്തരം കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെ വീടുകളും ഓഫീസുകളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തുന്നത് എന്നാണ് NIA വ്യക്തമാക്കിയിട്ടുള്ളത്. 2024 ഒക്ടോബറിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ പാക് ഭീകര സംഘടനകൾ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും ഉൾപ്പെടെയുള്ള പാക് ഭീകര സംഘടനകൾ അതിർത്തി കടന്നു നടത്തുന്ന ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് നേരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയും സാധാരണക്കാർക്കും നേരെ നടത്തിയിട്ടുള്ള ഭീകരാക്രമണങ്ങൾ, അതിന്റെ ഗൂഢാലോചന, സാമ്പത്തിക സമാഹരണം തുടങ്ങിയവുമായി ബന്ധപ്പെട്ടാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിനു മുൻപും ഈ കേസുമായി ബന്ധപ്പെട്ട വ്യാപക പരിശോധന ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിരുന്നു. നിലവിൽ നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഭീകര സംഘടനകളെല്ലാം നിരോധിത ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കുകയും അതിനെതിരെ കർശന നിരീക്ഷണവും കടുത്ത നടപടിയും സുരക്ഷാ ഏജൻസികൾ സ്വീകരിക്കുന്നതോടെ പുതിയ പേരുകളിൽ അല്ലെങ്കിൽ പുതിയ കൂട്ടായ്മകൾ ഈ ഭീകര സംഘടനകളെ സഹായിക്കുന്നതിന്, അത് സാമ്പത്തികമായും ഒപ്പം ആശയ പ്രചാരണത്തിനും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നതിനും പുതിയ കൂട്ടായ്മകൾ രൂപീകരിക്കുകയും അതിന് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിർത്തിക്കപ്പുറത്ത് നിന്ന് ലഭിക്കുന്നു എന്ന കണ്ടെത്തലുകൾ അന്വേഷണ ഏജൻസി നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ഓഫീസുകളിലും വീടുകളിലുമെല്ലാമാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിവരുന്നത്. തീർച്ചയായും പരിശോധനയ്ക്ക് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. നേരത്തെയും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പാക് ചാരസംഘടനയായിട്ടുള്ള ISIയുടെ സഹായത്തോടെ ലഷ്കർ ഇ തോയ്ബയും ഒപ്പം ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനകൾ ജമ്മു കാശ്മീരിനുള്ളിൽ നിലവിൽ യുവാക്കളെയോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളെയോ ആശയ പ്രചരണത്തിനും ഒപ്പം ഭീകരവാദത്തിലേക്കും ലഭിക്കാതിരുന്നതോടെ അതിർത്തി കടന്ന് ഭീകരവാദികളെ ജമ്മു കാശ്മീരിലേക്ക് അയക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും ഒപ്പം ജനങ്ങൾക്കിടയിൽ സാധാരണക്കാർക്കിടയിൽ ഭീകരാക്രമണം നടത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ IB റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനയെ തുടർന്നാണ് NIA ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതായാലും ജമ്മു കശ്മീർ മേഖലകളിൽ, കശ്മീരിൽ മാത്രമല്ല ജമ്മു കശ്മീർ ഏകദേശം 10 ഇടങ്ങളിലാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ മുതൽ ഇത്തരത്തിൽ പരിശോധന നടത്തി വരുന്നത്. ഭീകരവാദവുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടി ജമ്മു കാശ്മീരിൽ സുരക്ഷാ ഏജൻസികൾ സ്വീകരിച്ചു വരുന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് സൈന്യവും സുരക്ഷാ ഏജൻസികളും കേന്ദ്ര സർക്കാരും സ്വീകരിച്ച നടപടികളുടെ ഭാഗമായി ഒരു പരിധിവരെ കശ്മീർ താഴ്വരയിൽ നിന്നുൾപ്പെടെ ഭീകരവാദത്തെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. യുവാക്കൾക്ക് ജോലിയും ഒപ്പം വിദ്യാഭ്യാസവും നൽകിക്കൊണ്ടും ജമ്മു കാശ്മീരിലെ സാഹചര്യം മാറ്റിയെടുത്തുകൊണ്ട് മുൻപ് വെടിവെച്ചുകൾ മാത്രം മുഴങ്ങിക്കെട്ടിരുന്ന കശ്മീരിൽ ഇന്ന് സമാധാനം കൊണ്ടുവരാനും ഒരു പരിധിവരെ ഭീകരവാദം അവസാനിപ്പിക്കാനും സാധിച്ചു. എന്നാൽ ആ ഭീകരവാദത്തിന്റെ വേരുകൾ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിന് അറുത്തുമാറ്റുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾ സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ NIA 10 ഇടങ്ങളിൽ പരിശോധന നടത്തുന്നത്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ ഭീകര സംഘടനകൾ അതിർത്തി കടന്നു നടത്തുന്ന ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിന്മേലാണ് നടപടി. വീണ. ഓക്കെ, ശരി. ജിഷ്ണു വിവരങ്ങൾ നൽകുകയായിരുന്നു.